കൊച്ചു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇതേ കണ്ട ഒരു ജാട തെണ്ടി ഇതേ ഫോൺ വിളിച്ച് നടക്കണുണ്ടോ? ഞാൻ ഇതേ കാണിച്ചു തരാട്ടെ. ഇവിടത്തെ എൻ്റെ ആയിരുന്നു കുപ്പിവാള. ഇപ്പോൾ കൊച്ചിൻ്റെ ആയി കുപ്പിവാളകൾ കണ്ട. ഞങ്ങളുടെ കുപ്പിവാളകളിൽ ഇട്ട് വെച്ചേക്കുന്നുണ്ട എല്ലാ കളറുകളും ഉണ്ട്. എനിക്ക് ഞാൻ കാണിച്ചു കൊടുത്തോളാം. അയ്യോടാ ഇൻട്രോ പറയാം ഞാനും. കണ്ടാ, ഇത് ഞങ്ങൾക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയുള്ള വളകളാണ് കേട്ടോ. പിന്നെ കമ്മലുകൾ കണ്ടാ, കമ്മലുകളും ഇങ്ങനെ കൊച്ചിൻ്റെ കമ്മലുകളാണ് കേട്ടോ. പണ്ടത്തെ എൻ്റെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കമ്മലുകൾ. പിന്നെ കമ്മലുകൾ സ്റ്റാൻഡിൽ വെക്കും, ഇവിടെ വെക്കും എടുത്ത്. ലാസ്റ്റ് കൊച്ചപ്പനെ എടുത്ത് വെക്കണം. അതൊക്കെ കൊച്ചപ്പൻ്റെ ജോലി. ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഇടും. എല്ലാം എടുത്ത് വെക്കുന്നത് കൊച്ചപ്പൻ്റെ ജോലി. ഇവിടെ ഒരാൾ വളരെയധികം ഗംഭീരമായി എന്തുട്ടാണ് ഫയറടാ പുഷ്പ ഫയറടാ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഇത് ഫയറാടാ. അത് തന്നെ. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോക്കിയതാന്ന് കമന്റ് തോക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യട്ടാ. ഈ എന്തുട്ടാണ് AK-47 എന്താണ്ട് ഒരു തോക്കുണ്ട്. അതെന്റെ ഇവിടെ കൊച്ചും ഇവനുമാണ് ഇത് കളിക്കണേട്ടാ. ഞാനാണ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തത് സത്യം പറഞ്ഞ. അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ. കളി എന്ന് പറഞ്ഞത് ഭയങ്കര നല്ല രസമുള്ള കളിയാണ്. നമുക്ക് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം അങ്ങ് തീർത്തങ്ങ് അണ്ണാക്ക് വെച്ച് അടിച്ച് നമുക്ക് തീർക്കാം. ഇപ്പൊ കൊച്ചപ്പം തീർന്നു ഉണ്ടോ. ഇത് നമ്മുടെ എതിരിടും. അവനാണ് ദുഷ്ടൻ. അവന്റെ തലയിൽ കൊമ്പാ. എന്നിട്ട് കൊമ്പല്ലല്ലോ അവന്റെ പുറകിൽ. താങ്കൾ ബിഗ് ബോസ് തുടങ്ങിട്ട് എന്താ പറയാത്തത്? അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാനൊരു വീഡിയോ ഇടും അതിനെ കുറിച്ചുള്ളത്. ഇന്നത്തെ കൂടി ഒന്ന് ഇടി കാണണം. 3 പ്രാവശ്യമായില്ലേ ബിഗ് ബോസ് തന്നെ? 3 എന്താണ് ഇപ്പൊ കൊറേ എന്തെങ്കിലും ആവട്ടെ പോട്ടെ. 7ാമത്തെ എപ്പിസോഡല്ലേ ഇത്? 7ാമത്തേത് എപ്പിസോഡല്ല, 7ാമത്തെ ബിഗ് ബോസ്. അതില് ബിഗ് ബോസ് സീസൺ 7 ആണ് ഫസ്റ്റ് തന്നെ അവർ വിജയനെ കാണിച്ചു കൊടുക്കും. എന്റെ ഫോണിലെ കേസാണ്. വിജയണം കണ്ടോ? വിജയണം മുത്താണ്, പൊന്നാണ്. വിജയണം കണ്ടോ? മുത്ത് ഇതൊക്കെ അല്ലർജന. ഇത് 2 അല്ലർജന. ഞങ്ങൾ 2ഉം വിജയ. ഇതൊക്കെ നമ്മുടെ വിജയ. ഇത് 2 അല്ലർജന. ഇനി ബാക്കി പറഞ്ഞു. ഞങ്ങൾക്കും ഇഷ്ടമാ. അതാ നിങ്ങൾ പോയാ മാറിയിരിക്കും. വിജയിന് ഇഷ്ടമാണ്. വിജയിന് ഇഷ്ടമല്ലായിരിക്കല്ല. വിജയ അടിപൊളിയാണ്. തമിഴില് വിജയ്, തെലുങ്കിൽ പിന്നെ തമിഴില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രജനികാന്ത് കൂടി ഉണ്ട് കേട്ടോ. പഴയതിൽ നോക്കുമ്പോ എനിക്ക് രജനികാന്തിന് ഭയങ്കര. അല്ലെങ്കിൽ നമ്മൾ 90s കിട്ടായിരുന്നു പോറുന്നു. പിന്നെ ഞാൻ ചെറുപ്പോടി തോന്നുന്നു. 90s ആണ്, ഞങ്ങൾക്ക് 20s ആണ്. അതെ, 20 കിഡ് കണ്ടോ? കിഡ് പോലെ കൊമ്പ് അങ്ങനല്ലേ വേക്കുന്നത്. അതെ, ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടാട്ടാ. നമ്മുടെ രേണു ചേച്ചി വന്നിട്ടുണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ടല്ലേ പറ്റുള്ളൂ. സുധിച്ചേട്ടാ ഞാൻ വന്നേ എന്ന് പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സുധിച്ചേട്ടൻ വന്നേ. സുധിച്ചേട്ടൻ അവിടെ വന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ട് സുധിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു. അതെ, മരിച്ചുപോയ മനുഷ്യനെ കോമാളിയാക്കിക്കൊണ്ടിരിക്കണേ. ഏത് നേരം കോമാളി പുള്ളിക്ക് കാരണം. അത് ഭയങ്കര മോശമായ കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്. അതൊക്കെ അങ്ങനെ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തത്. ഞങ്ങൾ തുണിയൊക്കെ ഇട്ടേക്കാൻ ഉണ്ടാവും. മഴയായിട്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇട്ടേക്കാണ്. അതുകൊണ്ടൊന്നും തോന്നരുത്. തോന്നാൻ മഴക്കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പെരക്കാലത്തല്ലേ വെക്കണേ.
രാവിലെ കണ്ട നിറച്ചും വെള്ളം വരുന്നു കേട്ടോ. ഫുള്ള് വെള്ളം. എന്റെ കോലൊക്കെ ആകെ ഇതായിട്ട് മോശമായിട്ട് ഇരിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഭംഗിയാണല്ലോ. എന്തിട്ട് മറ്റില്ലേ സീരിയലിലെ ദീപ്തി അല്ലല്ലോ, ഏതാ ഇതിലെ കുറെ ആഭരണം എല്ലാം കൂടെ ഇട്ട് ചന്ദനമഴയോ ആ ചന്ദനമഴയിലെ ഇല്ല വില്ലത്തിയുടെ പേരെന്തുവാ? സൗന്ദര്യ ശകുന്തള. ചന്ദ്രവേദ വില്ലത്തിന്ന് വെച്ചാല് അണിഞ്ഞൊരുങ്ങി വീട്ടില് അതുപോലെ നിക്കാൻ പറ്റത്തില്ല എപ്പോഴും. വീട്ടില് ഞാൻ ഊർമിളാദേവി. ഊർമിളാദേവി എന്നെക്കാൾ കൂടുതൽ കൊച്ചിനറിയാം. കൊച്ചാണ് സീരിയൽ അങ്ങനെ അച്ഛമ്മ വെച്ചുമ്പോ ഞാൻ എപ്പോഴും സീരിയലൊന്നും കാണാറൊന്നുമില്ല. പണ്ടങ്ങ് ഓക്കെ നമുക്ക് ചലഞ്ച് തരാം. യൂട്യൂബിൽ വീഡിയോ എടുക്കുക. ഒരു 20 പ്രാവശ്യം കൃത്യമായിട്ട് നടക്കണം. പൊടി അയ്യോ നടക്കാനോ അച്ചുമ്മയോ ഷോ എടാ കളിയാക്കല്ലേ, നടക്കൊക്കെ ചെയ്യോട്ടെ. ഇവര് വെറുതെ പറയുന്നത് ഞാൻ നടക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കും. കട്ടിലുമെന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ നടക്കാൻ പോവും. ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കാനായിട്ട് ബാത്റൂമിൽ വരെ നടക്കണം. അല്ലാതെ ബെഡിന്റെ അവിടെ കൊണ്ടൊന്നും തരൂല ഇവര് മൂത്രം ഒഴിക്കാൻ. അപ്പൊ ഞാൻ അവിടം വരെ നടക്കണുണ്ട്. തിരിച്ചു വരുന്നുണ്ട് നടന്ന്. പിന്നെ കൈ കഴുകാൻ നടന്നാണ് പോണേ. അപ്പൊ ഇതൊക്കെ നടക്കും. ഞങ്ങൾക്ക് പിന്നെ ബസ്സിനാണല്ലോ പോണ്. പോടിയാലപ്പേ മെട്രോ ഉണ്ട്, മെട്രോ കയറിയാ പോകുന്നത്. ഞാൻ ഇട്ടടുത്ത മൈലാഞ്ചി അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അതിന്റെ കൊച്ചിട്ടെന്ന മൈലാഞ്ചിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിട്ടോ. മൊഞ്ചുള്ള ചേലുള്ള പെണ്ണ്. ഇപ്പൊ നല്ല ക്ഷീണാണ്ട് ഈ കിടപ്പനെയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കിടപ്പല്ലല്ലോ, അല്ലെങ്കിൽ ബസ് ഓടിക്കുക. ഒന്നിച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇരിക്കാൻ നോക്കിട്ട് പറ്റിയില്ല. പെൺപിള്ളേര് പോകും. അതിനിടക്ക് വായ്നോട്ടം കണ്ടേ ഇവിടെ. അച്ഛമ്മ വേറെ നീ പറ. വേറെന്താ പറയാ, എന്നാ പറയാ, ഒരനുസരണയില്ലാത്ത എൻ്റെ ഷുഗർ, മെനകെട്ട ഷുഗർ ഇവനെ പോലെയാണ്. എൻ്റെ ഷുഗർ കൂടും കുറയും, ഇവൻ്റെ സ്നേഹം കൂടും കുറയും അതേപോലത്തെ കേട്ടാ. എന്ന് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും. ഇതേ എൻ്റെ കൊച്ചവിടെ നിന്ന് കളിക്കണം കേട്ടോ. ആ കൊച്ചിന് കല്യാണാലോചന ഞാൻ അടുത്ത ദിവസം ഇടുന്നുണ്ട് കേട്ടോ. ഓരോരുത്തര് കല്യാണാലോചന ഇട്ടിട്ട് ഷോർട്ട് വീഡിയോസ് എൻ്റെ ഞങ്ങളുടെ ഇളയ ഞങ്ങൾക്ക് കൂടി എല്ലാവരും ഇവൻ കുഞ്ഞൻ പാടി കുഞ്ഞുകുട്ടൻ ഡാൻസ് കളിക്കുന്ന എല്ലാം കൂടിയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം 1K ആയി, ഒരെണ്ണം 1.1K ആയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ ഇതേപോലെ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പറയാൻ കിട്ടില്ല സത്യം, ഞാൻ പറയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. എന്തെങ്കിലും ആവട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കർ അടിച്ചു പൊട്ടിക്കുക, അമർത്തുക, ബെല്ലേക്കർ അമർത്തുക. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നല്ല മഴയല്ലേ. ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ ചിലയിടത്ത് ക്യാമ്പുള്ളിടത്തൊന്നും ക്ലാസ്സില്ല. അതുകൊണ്ട് ഈ പരീക്ഷക്കൊക്കെ പഠിത്തവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ എങ്ങനെ പോകുന്നു? നടന്നോണം പൊടി നടക്കാണ്. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ വിശേഷം എൻ്റെ കൊച്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലൊക്കെ ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ വീട്ടിൽ എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. ചെറിയ ചെറിയ അഭിപ്രായമാണ്. ഇവിടെ എന്നോട് ഒരു തരം സ്നേഹമില്ല. ഒരു തരി സ്നേഹമില്ല. എല്ലാവരും കേട്ടോ, എന്നോട് സ്നേഹമില്ല അവൾക്ക്. ഇല്ല കണ്ടോ 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 കണ്ടോ, അവൾക്ക് ഒരു തരി സ്നേഹമില്ല എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെ കൊച്ചിന് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കലല്ലോ, നിക്കല്ലേ. മൂടി കൊഴിഞ്ഞോണ്. കൂടാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. തേച്ചരച്ച് കുളിക്കണം. കൂടിയാലോ അല്ലാതെ തേച്ചരച്ച് കുളിച്ചാൽ സൗന്ദര്യം പഴക്കും. എല്ലാ ദിവസവും കുളിക്കാം തേച്ച് കുളിച്ച്. നീ കുളിക്കാറില്ല എല്ലാ ദിവസവും തേച്ചരച്ച്? ഞങ്ങളിപ്പം കറണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഇടാറില്ല. കാരണം ഇവിടുത്തെ പോസ്റ്റിന്റെ വെട്ടം കാരണം ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ ഫ്രണ്ടിലത്തെ പോസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും.
ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ. പിന്നെ പിള്ളേർ പിന്നെ വഴിക്കൂടെ അല്ല പിന്നെ റോട്ടിൽ കൂടെ പോകുന്നത് ഇവിടെ അടുത്ത് ട്യൂഷനൊക്കെ ഉണ്ട്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി. ഉണ്ടായിരുന്നു. കൂടെ അപ്പാപ്പനാണെങ്കിൽ വലിച്ചു കൊണ്ടുപോകണം. സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആ അച്ഛമ്മക്ക് പറ്റിയ ഡയലോഗ് അല്ലത്. ക്യാൻസർ. അങ്ങനെ നമ്മുടെ തോട്ടില് വെള്ളം കാണിക്കാന്ന് ഓർത്ത് കഴിഞ്ഞാല് പകലെടുക്കാട്ടെ. ഞാൻ വെള്ളം കാണിച്ചു തരാട്ടാ. ആന്നിപ്പോ വെള്ളൂല്ലേ രാവിലെ എടുക്കണം. രാവിലെ എടുക്കുന്നത് നിറച്ച് വെള്ളം. ആ സിഗരറ്റിന്റെ മണം കേട്ടിട്ട് വലിക്കാൻ തോന്നി. മണം അങ്ങനെ കേക്കാ എനിക്ക് മണം ഇങ്ങനെ കേക്കാന്ന് പറയുള്ളൂ. ഇങ്ങനെ മണം വന്നിട്ട് ഞാൻ സിഗരറ്റേ വലിക്കാൻ തോന്നും. ആ മോളെ മാറി നിൽക്കുക കേട്ടോ. മാറി നിന്ന് വേണമെങ്കിൽ കയറ് തരാം. അത് വലിച്ചുണ്ടിരി. ഇതൊക്കെയാണ് എന്നെ വഴി തെറ്റിക്കണം ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഒരു വഴി തെറ്റിയാലല്ലോ ഇരിക്കുന്നേ. എന്താടി ഞാൻ എന്താണ് വലിക്കൊന്നുമില്ലല്ലോ. ഇത്രയും വെട്ടം അവരെങ്ങനെയാ കൊടുക്കുന്നത്? അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഏകദേശം സമയം ആകാറാകുമ്പോഴേക്കും അതിക്ക് മുമ്പ് കൊണ്ടുവന്ന് വെച്ച് നല്ല വെട്ടത്തിലിടും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പീസായി ഒട്ടുമില്ലാതെയാവും. അതാണ് നമ്മുടെ പാർട്ടിക്കാരുടെ സ്വഭാവം. അമ്മയുടെ സ്വഭാവം പറ്റിയതൊന്നുമല്ലല്ലോ. ഞാൻ ഭയങ്കര ഡീസൻ്റാണ്. ആ ഡീസൈനാ കണ്ടെച്ചാലും മതി. എന്നെ മുടി ഇച്ചിരി വളർന്നില്ലേ? ഒരുപാട് അങ്ങ് വളർന്നിപ്പോ ആ കാലിന്റെ അവിടെ എത്തി വെട്ടിക്കള കുറച്ച് മുടി വളർന്നു ഭയങ്കരമായിട്ട് വളർന്ന് ഒഴുകി നടക്കുവോ മുടി. മുടി എന്റെ മുടി വളർന്നു പാടുന്നു ഇത്ര കുമ്പിടാൻ പറ്റുള്ളൂ. ഇനി കുമ്പിട്ട് എന്റെ നടുവും വയസ്സായില്ലേ അതിന്റെയാ. വയസ്സായിട്ടല്ല, ഇത് ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ചെറിയ തലക്കുള്ള അസുഖം, ഒരു പ്രത്യേകതരം അസുഖമാണ്. തലക്ക് ബാക്കിയുള്ളവരും പിന്നെ വയസ്സാപ്പന്മാരാണോ? ചെറുപ്പവും എങ്ങും സുന്ദരികളായ പെണ്ണുങ്ങൾക്ക് മാത്രം വരുന്ന ഒരു ചെറിയ പെണ്ണുങ്ങൾക്കല്ല, നമ്മ പെണ്ണല്ലോ. ഞാൻ സുന്ദരിയായിട്ടുണ്ട്. ചെറുപ്പത്തിന്റെ കാര്യം ചെറുപ്പമാണ് ഞാൻ. ചെറുപ്പല്ല ചെറുപ്പം. ഞാൻ ചെറുപ്പക്കാരിയാണോ ചെറുപ്പക്കാരിയല്ലേ എന്ന് കമന്റ് ചെയ്യട്ടെ എന്റെ കൂട്ടുകാരികളെ. ചെറുപ്പക്കാര് പറയുന്ന ഒരു കൊരങ്ങ. ഞങ്ങള് ഷഷ്ടിപൂർത്തി ആഘോഷിക്കാതിരിക്കുക അച്ഛമ്മയുടെ. നിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിട്ട് ഞാൻ ചാവുള്ളൂ. എനിക്ക് 2 അനിയന്മാരെ കെട്ടിച്ച് അവരുടെ കൊച്ചുങ്ങളെ കണ്ട് അവരുടെ കൊച്ചുങ്ങളെ കെട്ടിച്ച് ഇളയവന്റെ കൊച്ചാണെങ്കിൽ കൂർത്തങ്ങട്ട കൊച്ചായിരിക്കും. അവന്റെ സ്വഭാവം തന്നെയായിരിക്കും. ഇവന്റെ എന്നെ അങ്ങ് കെട്ടിക്കാൻ നിൽക്കുക. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്ക് ഗോവയിൽ പോയിട്ട് വിജൃംഭിക്കാനുള്ള. നിന്നെ വിജൃംഭിക്കാൻ ഞാൻ ഈ കെട്ടിയിട്ട് വിജൃംഭിക്കും. കെട്ടി ഇരട്ട കൊച്ചുങ്ങൾ ഉണ്ടായിക്കോണല്ല നിങ്ങൾക്ക് 2 എണ്ണത്തിന്. കുറെ കൊച്ചുങ്ങളുണ്ട്. അപ്പൊ ഇരട്ട കുട്ടികൾ ഉണ്ടായി. നാളെ തൊട്ട് ഇരട്ടപ്പഴം തിന്നണമെന്നൊക്കെ പറയാം. നാളെ നിന്റെ കൈയുടെ ജിമ്മത്തെടുക്കാൻ പോലെയാ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ. ഒരു മിനിറ്റ് നിങ്ങൾ വിജയ് ഫാൻസ് ആണെങ്കിലേ ചുമപ്പ ഹാർട്ടും, അല്ലർജുൻ ഫാൻ ആണെങ്കിൽ യെല്ലോ ഹാർട്ടും കേട്ടോ. നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ അതൊക്കെ മതി. തീറ്റ കളറൊക്കെ മതി. ബ്ലാക്ക് അല്ലർജുൻ അല്ലർജുൻ ബ്ലാക്ക്, വിജയ് ആണെങ്കിൽ റെഡ്. ഒന്ന് ഇട്. അവർക്ക് ഒരു സമ്മാനമുണ്ട്. ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചിരുന്നതാണ്. അപ്പൊ കിട്ടിയതേ കേട്ടോ. ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ മേടിച്ചു തന്നിരിക്കും ചിക്കൻ ബിരിയാണി. ഈ കമന്റ് ചെയ്യുന്നവർക്ക് അല്ലു അർജുനാണോ കൂടുതൽ വിജയിക്കാണ് ഹാർട്ട് ഇടുന്നത് നോക്കാൻ. അല്ലു അർജുൻ കറുപ്പ്, വിജയ് റെഡ്. അല്ലു അർജുൻ കറുപ്പ്, വിജയ് റെഡ്. ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇട്ടണേന്ന് നോക്കും. വിജയിക്കുമ്പോ ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കും. കമന്റ് ചെയ്യുന്ന എല്ലാവരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 10 കമന്റ് എങ്കിലും ചെയ്യും. എനിക്ക് 10 ബിരിയാണി പറ്റത്തില്ല കേട്ടോ. ആദിലച്ചു ഇല്ല, അതായത് ബാക്കി എല്ലാവർക്കും ഉള്ളു. ആദിലച്ചു ഒന്നും ഇല്ല, അനാലിക അർച്ചും ഇല്ല. ഓക്കെ ബൈ. ബൈ.